ലണ്ടൻ റോഡ് സെമിത്തേരി 19-ാം നൂറ്റാണ്ടിലെ ഗാർഡൻ സെമിത്തേരി പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല ഉദാഹരണമാണ്. വാസ്തുശില്പിയായ മിസ്റ്റർ ജോസഫ് പാക്സ്റ്റനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു ശ്മശാന സ്ഥലമായി മാത്രമല്ല, ജനങ്ങൾക്ക് ആസ്വദിക്കാനുള്ള പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സ്ഥലമായും ഇവിടം വികസിപ്പിച്ചെടുക്കുകയായിരുന്നു. 1845 നിയമിതനായ പാക്സ്റ്റൺ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന മുൻ ക്വാറിയുടെ മലയോര വിന്യാസം തൻ്റെ രൂപകൽപ്പനയിൽ ഉൾപ്പെടുത്തുകയും വിദേശത്ത്, കൂടുതലായും അമേരിക്കയിൽ നിന്നും നിരവധി വിദേശ മരങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹം ഇവിടെ 2 ചാപ്പലുകൾ കമ്മീഷൻ ചെയ്യുകയുണ്ടായി. ഒരു നോൺ കോൺഫോമസ് ചാപ്പൽ ഒരു ക്ലാസിക്കൽ ക്ഷേത്രം പോലെ രൂപകൽപ്പന ചെയ്തതും മറ്റൊന്ന് നോർമൻ ശൈലിയിലുള്ള ഒരു ആംഗ്ലിക്കൻ ചാപ്പലും. സൈറ്റിൻ്റെ ഗുണനിലവാരത്തിന് അത്യന്താപേക്ഷിതമാണ് തീർച്ചയായും അതിൻ്റെ കെട്ടിടങ്ങളും. മരങ്ങളെപ്പോലെ ഭൂപ്രകൃതിയുടെ ഭംഗി വർദ്ധിപ്പിക്കാനും ഇത്തരം സ്ഥലത്തിന് അനുയോജ്യമെന്ന് കരുതുന്ന വികാരങ്ങൾ പ്രതിഫലിപ്പിക്കാനുമാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സെമിത്തേരിയിൽ അടക്കം ചെയ്തവരിൽ നഗരത്തിലെ വിക്ടോറിയൻ ഗതാഗതത്തിൻ്റെ പൈനീയർമാരിൽ ഭൂരിഭാഗവും ഉൾപ്പെടുന്നു. മൊത്തത്തിൽ ക്ലാസിക്കൽ, നോർമൻ, ഇറ്റാലിയൻ വാസ്തുവിദ്യ, തദ്ദേശീയവും വിചിത്രവുമായ സസ്യങ്ങൾ, വളഞ്ഞ പാതകൾ എന്നിവയുടെ അതിശയകരമായ ആവിഷ്കാര രചനയാണ് കൊവൻട്രിയിലെ ലണ്ടൻ റോഡ് സെമിത്തേരി.